ഹായ് എവ്രി വൺ. ഫെബ്രുവരി 16 ആണ്. ആവശ്യത്തിന് പണം വേണം, പക്ഷേ അമിത ആസക്തി കുഴപ്പത്തിൽ ചാടിക്കും. നമുക്ക് ജീവിക്കാൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ആവശ്യമാണ്, അത് ഓഫ്കോഴ്സ് ആവശ്യമാണ് എന്ന് കരുതി മെറ്റീരിയലിസ്റ്റിക്കലി ഓവറായിട്ട് അതാണ് ലൈഫ് എന്ന് പോകരുത്. നമ്മളുടെ ഇമോഷണൽ സൈഡും രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. യിൻ യാൻ എന്ന് പറയുന്നതാണ് ഈ നമ്മുടെ DMDF അല്ലെങ്കിൽ ലൈറ്റ് ഡാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ പോയാലാണ് ലൈഫ് ഒന്ന് ഈസി ആയിട്ട് ഇപ്പോൾ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് കരുതി ഒരുപാട് ഓവർ സ്പിരിച്വാലിറ്റി ആവരുത്, ഓവർ മെറ്റീരിയലിസ്റ്റിക് രണ്ടും കൂടെ വേണം, റൈറ്റും ലെഫ്റ്റും ഹാൻഡ് തന്ന പോലെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കുറച്ച് ക്രിസ്റ്റൽസ് ആണ്. സ്മോക്കി കോഡ്സ് ഉണ്ട്, റോസ് ക്വാർട്സ് ഉണ്ട്, റൂട്ട് ചക്ര, പൈറൈറ്റിൻ്റെയാണ് എബൻഡൻസ് ഹെൽപ്പ് ചെയ്യുന്ന ടംബിൾ കോയിൻസ് എന്നാണ് പറയുക. എബൻഡൻസിൻ്റെയാണ് ഗ്രീൻ ജെയ്ഡ് ഉണ്ട്, ലൈക്ക് ഓപ്പർച്യൂണിറ്റി കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സ്മോക്കി കോഡ്സ് വേണമെങ്കിൽ നെഗറ്റീവ് എനർജി, ബ്ലാക്ക് എനർജി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനത്തെ കോയിൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ടംബിൾ കോയിൻസ് പോലെയൊക്കെ. ഓക്കെ, സ്മോക്കി കോഡ്സ് ആണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓർഡർ കൊടുക്കാനുള്ളതാണ്. ഇതെൻ്റെ ലവ് ഫ്രീക്വൻസി, നല്ല പോസിറ്റിവിറ്റി. നമുക്ക് ഇങ്ങനെ ഹാർട്ട് ചക്രയിൽ വെച്ചിട്ട് ഹീൽ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹാർട്ട് ചക്ര ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ക്രിസ്റ്റൽസ് വേണമെങ്കിൽ ഇതല്ല, ഇനി ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ട്, PCODയുടെയും അങ്ങനെ ഹെൽത്ത് ബ്രേസ്ലെറ്റ്സ്, അങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചുള്ള ബ്രേസ്ലെറ്റ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആംഗ്ലറ്റ്സ് ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എനർജി നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഈ കോയിൻസ് ഒക്കെ വളരെ നല്ല അഫോർമേഷൻസ് ഉണ്ട്, കണ്ടോ, അതിൻ്റെ സിമ്പിൾസ് ഉണ്ട്. അതുപോലെ ഇതൊക്കെയാണ് അഫോർമേഷൻസ്, ലൈക്ക് ആ ഒരു നമ്പേഴ്സ് ആണ്, സ്പെസിഫിക് നമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസൈഡ് ആയിട്ടുള്ള കാര്യം പെട്ടെന്ന് സാധിക്കുമെന്നാണ് പറയുക. ഓക്കെ, യൂണിവേഴ്സ് സ്പിരിറ്റ്സ് ഏഞ്ചൽ എന്താണ് ഇന്നത്തെ എനർജി നോക്കാം നമുക്ക്. ഞാൻ പെട്ടെന്ന് കാർഡ് എടുത്തു വെച്ചതാണ്, കാരണം നമുക്ക് ഇന്ന് കിട്ടിയ കാർഡ്സിൽ ഏസ് ഓഫ് സോർട്സ് റിവേഴ്സ് ആണ് വന്നത്. നമ്മുടെ ലൈഫിലേക്ക് എന്തോ എടുക്കേണ്ട പുതിയ തോട്ട്സ് അല്ലെങ്കിൽ ഒരു തിങ്കിങ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് ഏസ് ഓഫ് സോർട്സ് പറയുന്നത്. അപ്പോൾ ആ തോട്ട് ഒന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആക്ഷനിലേക്ക് വരുന്നത് ഓക്കെ പിന്നെ നോക്കാം എന്ന് കരുതി നിങ്ങൾ ലീവ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ സൺഡേ എപ്പോഴും സെലിബ്രേഷൻ വേണ്ടി ഞാൻ റീഡിങ്സ് ഒന്നും എടുക്കാറില്ല. സൺഡേ ഞാൻ ഫ്രീ ഡേ ആണ്, കാരണം നമുക്ക് വേണ്ടി സെൽഫ് ലവിന് ഡേ കൊടുക്കണം, സെൽഫ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു എക്സിസ്റ്റൻസിന് വേണ്ടി നമുക്കൊരു ടൈം കൊടുക്കണമല്ലോ. അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ സൺഡേ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പുറത്തൊക്കെ പോവുക, നന്നായി ഫുഡ് കഴിക്കുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലൊക്കെ എൻജോയ് ചെയ്യുക, നാച്ചുറലുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോഴും കുറേ പേരൊക്കെ ഈ മായാലോകത്ത് നിൽക്കുന്നുണ്ട്, ഇല്യൂഷണറി വേൾഡിനാണ്. നിങ്ങൾ അതിൽ നിന്ന് കടക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കൊക്കെ അത് കൺസ്ട്രെയിൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ക്വീൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ഷാഡോ സെൽഫ്. ഇതൊരു കറുത്ത പൂച്ച, ശരിക്കും ഷാഡോനെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ശരിക്കും ഷാഡോ ഹീൽ ചെയ്യുന്ന ടൈമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ 369 ടെസ്ല കോഡ് മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ബിക്കോസ് 9 കോമ്പിനേഷൻ 3 + 6 9 ആയിട്ട് 18 അഗെയിൻ 9 ആണ്. അപ്പം 9ന്റെ ഇയർ 2025 അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്.